ഇന്നേ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, നമുക്ക് അതിനൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ? ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1.25 ഗ്ലാസ് പുട്ടുപൊടി ഇട്ട് കൊടുത്തു, ഒരു നുള്ളു ജീരകം ഇട്ട് കൊടുത്തു, ഒരു ഇച്ചിരി ഉപ്പ്, എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക. ആ ഉപ്പും ജീരകവും എല്ലാം എല്ലായിടത്തും ഒന്ന് ആകുന്ന പോലെ. എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം, നമ്മൾ പുട്ടുപൊടി അളന്ന പാത്രമില്ലേ, അതിലൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് വെള്ളം പുട്ടുപൊടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം അത് അടച്ചവിടെ ഇരിക്കട്ടെ. കുറച്ച് പച്ചച്ചീര എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിൽ നിന്ന് നമുക്കതിൻ്റെ ഇല മാത്രം ഒന്ന് നുള്ളിയെടുക്കാം. ബാക്കി കണ്ടു വേണമെങ്കിൽ നിങ്ങൾക്ക് തോരൻ വയ്ക്കാം കേട്ടോ. ഇല മാത്രം നുള്ളിയെടുത്തു. ഇത് നമുക്ക് കുറച്ച് ഇല ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുനുകുനാന്നൊന്നും അരിയണ്ട, ആ ഇലയുടെ ഒന്ന് വലിപ്പം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കുക. ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതിയാവും. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാനുള്ള റെസിപ്പി അല്ല കേട്ടോ, ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത് കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ എല്ലായിടത്തും പതാക ഉയർത്തലും പിന്നെ പായസം കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ആ ഇലയുടെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അതിലേക്ക് 3 ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കൂടി അരിഞ്ഞ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിലയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കൊന്നും വേണ്ട, ഇതുപോലെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ചീരയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി അതൊന്ന് വാടി വരും. ഇടയ്ക്ക് നമ്മുടെ പുട്ടുപൊടി ഒന്ന് ഇതുപോലെ നനച്ചു കൊടുക്കണേ. നല്ല പൊലിപ്പുള്ള പൊടിയായിരുന്നു, അതുകൊണ്ട് ആകെ 1.5 ഗ്ലാസ്സിന് ഇട്ടിട്ടുള്ളൂ. ഇങ്ങനെ പുട്ടുപൊടി അറിയാലോ, ഇങ്ങനെ പിടിക്കുമ്പോൾ കൂട്ടി വരണം, പൊടിയുമ്പോൾ തിരിച്ചതുപോലെ പൊടിഞ്ഞു പോകണം, അതാണ് അതിൻ്റെ പാകം. എന്നിട്ട് നമുക്ക് ഈ പുട്ടുപൊടിയെ 3 ഭാഗങ്ങളായിട്ട് മാറ്റാം. അതെ, 1, 2, 3. എന്നിട്ട് നമ്മൾ നേരത്തെ വാട്ടി വെച്ച ചീര ഉണ്ടല്ലോ, ആ ചീര ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. എന്നിട്ടത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക. അപ്പോൾ ദേ നമുക്ക് പച്ച പുട്ടുപൊടി കിട്ടി. ഇനി ഒരു ക്യാരറ്റ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ നുറുക്കിയെടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് അത് നമ്മുടെ രണ്ടാമത്തെ പാർട്ട് പുട്ടുപൊടിയിലേക്ക് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പം ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ എന്തുവാ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. കുറച്ച് തേങ്ങയും കൂടി എടുത്ത് വെച്ചു. എന്നിട്ട് നമ്മുടെ പുട്ടുംകുറ്റിയിലേക്ക് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലെ പച്ചയൊന്നും നടുക്കായി പോരുത് കേട്ടോ. ആ ഓറഞ്ച് പുട്ടുപൊടിയും വെള്ളപ്പുട്ടുപൊടിയും പച്ചപ്പുട്ടുപൊടിയും കൂടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടെന്താ, സിമ്പിളല്ലേ, നമ്മൾ ആ വെയിറ്റ് പുട്ടുണ്ടാക്കിയെടുക്കും. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോഴേ ഞാൻ ചെറിയ സ്കൂളിൽ പഠിച്ചത് എവിടെയാണ്, കോഴിക്കോട് ജില്ലയിലെ ചക്കട്ടപ്പാറ സെൻറ്റ് ആൻ്റണീസ് UP സ്കൂളിലാണ് പഠിച്ചത്. കുറേ നടന്നിട്ട് വേണം പോകാൻ സ്കൂളിലേക്ക്. അപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് പോകുമ്പോൾ രാവിലെ എല്ലാവരും ഒരു തേങ്ങ കൊണ്ടുപോകണം. എന്തിനാണെന്നറിയോ? പായസം വയ്ക്കാൻ, സ്കൂളിൽ പായസം വയ്ക്കാൻ. ഈ പായസം കുടിക്കാൻ വേണ്ടി കിലോമീറ്റർ നടന്ന് ഈ ഒരു തേങ്ങ കൊണ്ടുപോകും. എന്നിട്ട് ആ പായസം കുടിച്ചിട്ട് പതാകയൊക്കെ ഉയർത്തി തിരിച്ചു വരും.
ഇതാ നമ്മുടെ ഫസ്റ്റ് പുട്ട്. ഇത് എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അയ്യോ, ഒരു ചെറിയൊരു ക്രാക്ക് വീണു അല്ലേ. എൻ്റെ തിരക്കുകൊണ്ടാണ്. ഒന്ന് ഒച്ചിരി കൂടെ ഇരുന്നിട്ട് എടുത്താൽ മതിയായിരുന്നു. ഇത് രണ്ടാമത്തെ കുറ്റിയും നമ്മളങ്ങനെ എടുത്തു. അപ്പോഴാണ് അവിടെ നമ്മുടെ ആ ചിരട്ടപ്പുട്ടിൻ്റെ പാത്രം എണ്ണ നോക്കി ഇങ്ങനെ ചിരിച്ചേ. അപ്പോൾ അതിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ ദേ പോരട്ടെ. ആണോ, ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ 2 ചിരട്ടപ്പുട്ടും 3 കുറ്റിപ്പുട്ടും ഉണ്ടാക്കി. 3 എന്തിയേ ദേ വന്നു. കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പം നടുക്കുള്ള പിന്നെ അശോക ചക്രത്തിൽ എന്ത് ചെയ്യും? എൻ്റെ മോൻ പറഞ്ഞു, അതുമ്മ അത് വെച്ചില്ലെന്നുണ്ടെങ്കിലേ അത് വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഫ്ലാഗായി പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ട് നീല കളറിന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ അവനൊന്ന് ഓടിപ്പോയിട്ടേ ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്നു. നീല ജെംസ് മുട്ടായി. അമ്മയ്ക്ക് നീല കളറിലുള്ള എന്തെങ്കിലും പോരെ, ഇപ്പോൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് പോയതാ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം ഇതാ ഇവിടെ പുട്ടുണ്ടാക്കി നമ്മൾ ആഘോഷിച്ചു. അപ്പോൾ ഇതിങ്ങനെ കമന്നിരിക്കുമ്പോൾ നമുക്കൊരു ഭംഗിയില്ല. അപ്പോൾ നമുക്കൊന്ന് ചായ മാറ്റിയാലോ? തിരിച്ചു വയ്ക്കാം. ഉണ്ടോ, ഇപ്പോഴാണ് കുറച്ചും കൂടി ഭംഗിയില്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യാനും. നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷനും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എപ്പോഴും പറയുന്നത് പോലെ ടേക്ക് കെയർ, ബൈ.